കണ്ണൂരിൽ എളയാവൂരിൽ ദേശീയപാത സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതോടെ ആശങ്കയിലാണ് ജനങ്ങൾ. വീടുകളോട് ചേർന്നാണ് മണ്ണിടിഞ്ഞിരിക്കുന്നത്. 8 കുടുംബങ്ങളെയാണ് പൂർണ്ണമായും ബാധിക്കുന്നത്. നിയന്ത്രിത അളവിലും മുകളിൽ മണ്ണെടുത്തതാണ് മണ്ണിടിയാൻ കാരണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അശാസ്ത്രീയമായ നിർമ്മാണമാണെന്ന് ടി.ഒ. മോഹനൻ എം.എൽ.എ ആരോപിച്ചു. അതേസമയം കണ്ണൂർ പാൽച്ചുരത്തിൽ മണ്ണിടിഞ്ഞ് ഗതാഗത തടസ്സമുണ്ടായിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കാണാം. അത്ഭുതകരമായിട്ടാണ് ആ വണ്ടി രക്ഷപ്പെട്ടത്. നോക്കൂ, വണ്ടി അത് കടന്നു പോകുന്നതിന് തൊട്ട് മുമ്പാണ് എല്ലാം കൂടി ഇടിഞ്ഞ് താഴെ വീണത്. ഒരുപക്ഷെ അല്പം കൂടി ഒരു സെക്കൻഡുകൾ വൈകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ വണ്ടി തന്നെ അപകടത്തിൽ പെടുമായിരുന്നു. പാൽച്ചുരം വഴിയുള്ള ഗതാഗതം ഇപ്പോൾ തടസ്സപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറുപുഴയിൽ കാര്യങ്കോട് പുഴ കരകവിഞ്ഞൊഴുകുന്നുണ്ട്. കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയതായി സംശയമുണ്ട്. കൃഷിയിടങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അർജുൻ കല്യാടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, ഉത്രാട ദിനമാണ്. മിക്കവാറും അത് ജലോത്സവമായി മാറുന്ന കാഴ്ചയാണ്. ചിലയിടങ്ങളിലെങ്കിലും വെള്ളം കരകവിഞ്ഞൊഴുകുന്നുണ്ട്. ചിലയിടങ്ങളിൽ സ്ഥലങ്ങളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. കണ്ണൂരിലാണെങ്കിൽ ഈ ചെകുത്താൻ തോടിന് സമീപത്ത് മണ്ണിടിഞ്ഞത് വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? കണ്ണൂരിൽ മൊത്തത്തിൽ മണ്ണിടിച്ചിലും മഴയുമൊക്കെ ആശങ്കയുണ്ടാക്കുന്നുണ്ടോ? അരുൺ, തീർച്ചയായിട്ടും പലയിടങ്ങളിലും മഴ വലിയ ബുദ്ധിമുട്ടായി മാറുകയാണ്. പ്രത്യേകിച്ച് ഈ ഉത്രാട ദിനത്തിൽ, അതായത് ഇന്നലെ രാത്രിയിലും ഇന്ന് പുലർച്ചെയുമൊക്കെയായി പലയിടങ്ങളിലും ശക്തമായ രീതിയിൽ മഴ പെയ്തിരുന്നു. ആ മഴയിലാണ് ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ പലയിടങ്ങളിലും ഉണ്ടാകുന്നത്. ഏറ്റവും ഞെട്ടിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത്ഭുതകരമായിട്ടുള്ള ഒരു രക്ഷപ്പെടലിൻ്റെ കാഴ്ച തന്നെയാണ് ഇപ്പോൾ അരുൺ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. പാൽച്ചുരത്താണ്. പാൽച്ചുരത്ത് മണ്ണിടിഞ്ഞ് വീഴുന്നതിന് തൊട്ട് മുൻപ് ഒരു കാർ യാത്രക്കാരൻ ചിത്രീകരിച്ച വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ആ കാർ ഇങ്ങനെ കടന്നു പോകുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് ഈ പറയുന്ന മണ്ണിടിഞ്ഞ് താഴേക്ക് വീഴുന്നത്. അതും ചെറിയ അളവിലല്ല. സാധാരണഗതിയിൽ ഈ പാൽച്ചുരത്ത് കഴിഞ്ഞ ആഴ്ചകൾക്ക് മുൻപ് ശക്തമായ രീതിയിൽ മഴ പെയ്തപ്പോൾ ഉൾപ്പെടെ 2ഓ 3ഓ തവണയോ ആ പ്രദേശത്ത് മണ്ണിടിഞ്ഞ് താഴേക്ക് പതിച്ചിരുന്നു. പക്ഷേ ആ ഘട്ടങ്ങളിലെല്ലാം മണ്ണ് നീക്കി പിന്നീട് ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ മണ്ണിടിച്ചിൽ എന്ന് പറയുന്നത് വലിയ അളവിൽ തന്നെ മണ്ണ് അപ്പാടെ തന്നെ ഇടിഞ്ഞ് ഈ റോഡിലേക്ക് പതിക്കുകയായിരുന്നു. ഭാഗ്യം കൊണ്ട് തന്നെയാണ് ആ യാത്രക്കാർ രക്ഷപ്പെട്ടതെന്ന് പറയാൻ വേണ്ടി കഴിയും. എന്തായാലും അത്ഭുതകരമായിട്ടുള്ള ഒരു രക്ഷപ്പെടലാണ് പാൽച്ചുരത്ത് ഉണ്ടായിട്ടുള്ളത്. അവിടെ ഇപ്പോൾ ഗതാഗതം പൂർണ്ണമായും തന്നെ തടസ്സപ്പെട്ടിട്ടുണ്ട്. കാരണം ആ മണ്ണ് നീക്കാതെ ഇനി അങ്ങോട്ടേക്ക് ഈ പറയുന്ന ഗതാഗതം നടത്താൻ വേണ്ടി കഴിയില്ല. ജില്ലാ കളക്ടറും ജില്ലാ ഭരണകൂടവും ഉൾപ്പെടെ അവിടെയുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അവിടെയുള്ള ഗതാഗതം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയും അതുവഴിയുള്ള ഗതാഗതം മറ്റൊരു വഴിയിലുള്ള പെരിയ ചുരം വഴി കടത്തിവിടുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമൊക്കെ ഇതിനകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ചെറുപുഴ കാര്യങ്കോട് മേഖലയിലും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഉണ്ടാവുകയാണ്. കാരണം അവിടെ ഈ കാര്യങ്കോട് പുഴയിൽ കുത്തൊഴുക്ക് വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുകയാണ്. കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയതാണ് അതിലെ കാരണം എന്നുള്ളതാണ് പ്രാഥമികമായി സംശയിക്കുന്നത്. സാധാരണഗതിയിൽ കഴിഞ്ഞ മഴക്കാലത്ത് ഉൾപ്പെടെ കണ്ടതാണ്. അവിടെ കർണാടക വനത്തിൽ ഉരുൾപൊട്ടുന്ന സമയത്ത് അത്തരത്തിൽ വലിയ കുത്തൊഴുക്ക് ആ പുഴകളിലെല്ലാം ഉണ്ടാവുന്നതാണ്. അതിന് പുറമെയാണ് ഈ പറയുന്ന എളയാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ സംരക്ഷണ ഭിത്തി, ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി തകർന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാവുന്നത്. അവിടെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ്. ഇവിടെയുള്ള പ്രദേശവാസികൾ നമ്മളോടൊപ്പം ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾക്ക് സത്യം പറഞ്ഞാൽ വലിയ ഒരു ഭീതിയാണല്ലോ. ഭയങ്കര ഭീതി തന്നെയാണ്. അതിൽ ആരും തർക്കമില്ല. ഇതിന് പരിഹാരം എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ആ ഫില്ല് അവിടെ മണ്ണെടുത്ത മണ്ണുണ്ടല്ലോ, അതിന്റെ പകുതി ഭാഗങ്ങൾ നിറയ്ക്കണം. ഇത് ആ കാണുന്ന സ്ഥലത്ത് എങ്കിലും മാത്രമേ ഇത് മണ്ണിൽ അമരുകയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ അളവിലും കൂടുതൽ മണ്ണെടുത്തതാണ് ഇത്തരത്തിലൊരു. എന്നാൽ നമുക്ക് അത്രേ പറയാൻ കഴിയൂ. കാരണം അത്രയധികം മണ്ണെടുക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ആടെ ഇപ്പം എടുത്ത് പാലം വാർത്തതും ഇതും നോക്കുമ്പോൾ വലിയ വ്യത്യാസമുണ്ട്. അങ്ങനെ അവിടെയും പാലം തന്നെയാണ് അങ്ങേ ഭാഗത്ത്. അപ്പോൾ അല്പം ഉയർന്നു പോയാലും ഒരു പ്രശ്നമില്ല. പക്ഷേ ഭൂമി അമർന്നുകൊണ്ടിരിക്കുക. ഈ ഭൂമിയെ സംബന്ധിച്ച് ഒരു ധാരണയില്ലാതെ കൂട്ടായിരിക്കും ഇതിന്റെ പ്ലാൻ. ആ ഭാഗത്തൊക്കെ വീടുകളിൽ ആളുകൾ താമസമുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായി അവരുടെയൊക്കെ ഇപ്പോൾ വലിയ ഒരു ജീവൻ കയ്യിൽ പിടിച്ച് ജീവിക്കണ അത് അങ്ങനെ വരുവാ. ഇത് എന്നാ സംഭവിക്കുന്ന പറയാൻ കഴിയില്ല. ഇപ്പൊ ഈ സൈഡ് പൊട്ടുമല്ല ചെയ്തത്, ഇത് സ്വയം മണ്ണ് അമരുകയാണ് ചെയ്തത്. അമർത്തി. കാരണം അടിയിൽ ഞളിപ്പായിരിക്കും. മണ്ണിങ്ങനെ മഴ പെയ്യുന്നതിനനുസരിച്ച് അമർന്നു പോവാണ്. അപ്പൊ അതിന് പരിഹാരം കാണണം. ആ ടൈറ്റ് ഒഴിവാക്കാൻ എന്ത് ചെയ്യണം? ഈ ഇപ്പം എന്നത്തിന് വേണ്ടി എടുത്ത മണ്ണുണ്ടല്ലോ, അത് വീണ്ടും അവിടെ കൊണ്ട് ഫില്ല് ചെയ്യണം. ഒന്നുമില്ല, ഇപ്പോൾ എടുത്തതിൻ്റെ പകുതി ഭാഗമെങ്കിലും അത് ഫില്ല് ചെയ്യണം. എന്നാലേ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ. നമ്മുടെ നാടൻ രീതിയിൽ പറയാം അങ്ങനെയാണ്. ഇവരിങ്ങനെ ശാസ്ത്രീയമായിട്ട് ഇവർ ആരാകും വന്നിട്ട് നോക്കട്ടെ. പക്ഷെ എന്തായാലും ഇത്രയധികം ഉയരം ഈ റോഡ് ആവശ്യമില്ല. ഇന്ന് നിലവിലുള്ള പാലം വാർത്തയുടെ അടിസ്ഥാനത്തിൽ നോക്കിയാലും ഈ ഉയരം ആവശ്യമില്ല. ഇവിടെ പ്രദേശവാസികൾ വലിയ രീതിയിൽ ഭീതിയിൽ തന്നെയാണ് ഉള്ളത്. ഇവിടെയുള്ള ആളുകളൊക്കെ ആ രീതിയിൽ തന്നെ വലിയ രീതിയിൽ പ്രയാസം തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിപ്പെടുത്തുന്നുണ്ടല്ലേ? പിന്നെ ആദ്യം പൊട്ടിയ പോലെ തന്നെയല്ലേ ഇപ്പം പൊട്ടിയത്. ശരി.